ഒന്ന് പിടിക്കോ. ശരി. ഹലോ, ഞാനാണ് പാലക്കാട് ബാലസുബ്രഹ്മണ്യം. അതെ, നമസ്കാരം സാർ. ഈശ്വരൻ അനുഗ്രഹിക്കും. എന്താ തന്റെ പേര്? ചക്രവർത്തി. സോറി സാർ, പേരാണോ ചോദിച്ചത്? ശങ്കരനുണ്ണി. എന്താ സാർ നോക്കുന്നത്? ഞാൻ ബാങ്കിലെ അറ്റൻഡർ അല്ലേ? അതെ സാർ, പ്യൂൺ കം ഡ്രൈവർ കം 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 കം. ഇവിടുത്തെ ബാങ്കിൽ പ്യൂണിന്റെ വേഷം മുണ്ടാണോ? ബഹുമാനം കാണിക്കാനാണ് സാർ ഞാൻ ഈ മുണ്ടെടുത്തത്. ബഹുമാനം കാണിക്കാണോ? അതെ സാർ. സാറിനെ പോലെ വലിയൊരാൾ മുമ്പിലെത്തുമ്പോൾ മുണ്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ടാ മതി, അത് ബഹുമാനാവും. പാന്റ് ആകുമ്പോ പാന്റ് ഊരി ബഹുമാനം കാണിച്ചാൽ അത് വൃത്തിയോട് കാണിച്ചതല്ലേ പറയൂ സാർ. കൊള്ളാലോ. ഇങ്ങനെ തട്ടികള്. വരൂ സാർ, വെൽക്കം ടു ഇന്ത്യ. അല്ല കേരള. സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് സാറിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പോ ജപ്തി വരെയായി. പാവം. എന്താ അയാളുടെ പേര്? ഒരു ബാബുരാജ്. എന്താ സാർ ആലോചിക്കുന്നേ? അമ്പലക്കര ഫാക്ടറി ഓണർ. സാറിന് മനസ്സിലായോ? അയാളുടെ ഒരു അണിയൻ ആ കള്ള റാസ്കലിനും ഉണ്ടല്ലോ ലോൺ. മനസ്സിലായില്ലേ? ഒരു നാടകക്കാരൻ. അയാളൊരു പാവാ സാറേ. ഈ ചേട്ടനും പാവാ, അനിയൻ പാവം, ചേട്ടൻ പാവം. അങ്ങനെ അല്ലല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ. കള്ളു കുടിച്ച്. അയ്യോ സാർ, പച്ച കള്ളമാണ് സാർ. അവരുടെ രണ്ടുപേരുടെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ. എനിക്കറിയാവുന്ന അവരെ ലണ്ടനിൽ നിന്ന് MBA എടുത്ത് നാടിനെ സേവിക്കാൻ ഇറങ്ങിയ അഭ്യസ്ത വിദ്യൻ ലോൺ എടുത്ത് ഫാക്ടറി തുടങ്ങി. തൊഴിലാളി സമരം മൂലം അത് അടച്ചുപൂട്ടി. നാടക കമ്പനി നടത്തുന്ന അനിയൻ നാടകം കാണാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ട്രൂപ്പ് പൂട്ടാനായിട്ട് താഴെ മേടിച്ചിരിക്കുക. ഈ സമയത്ത് ജപ്തി നടപടികളുമായിട്ട് വിശ്വംബർ സാർ വന്നത്. അളമുട്ടിയ ചേരയും കടിക്കില്ലേ സാർ, കടിച്ചുപോയി. അതിൻ്റെ പ്രതികാരമാണ് ഈ വിശ്വംബർ സാറിനെ. അവരുടെ തറവാട് ബാങ്ക് ജപ്തി ചെയ്ത എട്ടിക്കാറായ 5-6 പെങ്ങന്മാര് സഹിതം അവിടെ ഒരു കൂട്ട ആത്മഹത്യ എടുക്കും സാർ. സാർ അവരുടെ കട എഴുതി തള്ളുവോ ഇളവ് ചെയ്യൊന്നും വേണ്ട, ഒരു സാവകാശം കൊടുത്താൽ മതി പ്ലീസ് സാർ. ഈ കാര്യത്തിൽ തനിക്കെന്താ ഇത്ര? സാർ ഒരു അഭ്യുദയകാംക്ഷയ്ക്ക് അഭ്യർത്ഥിക്കാൻ പാടില്ലേ സാർ? ഞാൻ അവരുടെ ഫയൽ വിശദമായി ഒന്ന് പഠിക്കട്ടെ. നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുന്ന അതിനുശേഷം പറയാം. എന്താ പുറത്തൊരു ബഹളം? അത് ഏതൊരു കള്ളുടെ ഒന്നും ബഹളം ഉണ്ടാക്കുന്നതാ സാർ. സാറിന്റെ റൂമിലിരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാർ ഇരിക്കൂ പ്ലീസ്. അത് കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിച്ചാണല്ലോ. ശരി. ഓ പാമ്പ്, എവിടെ ഒരു പാമ്പാട്ടി കിട്ടി വീട്ടിൽ കൊണ്ടുപോയി. ചക്രവർത്തി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് പോയേ. നീ ഒന്നും പറയരുത്. ഒന്നടങ്ങ്. ഞാൻ അങ്ങേരുമായിട്ടൊരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ കിടന്ന് അലമ്പിട്ടാക്കരുത്. നമ്മൾ ചേട്ടന് അനിയനാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് പാളീസാവും. അയ്യോ, അയാളാണ് ഇയാള്. ഈശ്വര, സാറിനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ? എന്റെ കമ്പനിയിലെങ്ങാനും കാലൂത്തി തന്റെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്ക് ഞാൻ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. തോട്ടയിട്ടാലോ ചേട്ടൻ ഇത് വണ്ടി. അയാൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. ഏട്ടനൊരു പാവാ, വെറും പാവം. ഇപ്പൊ സംസാരിക്കുന്ന ഏട്ടനല്ല, ഏതോ കൂതറമ്മ. ശരിക്കും വായിൽ കൈയിട്ടാ പോലും കടിക്കാത്ത മാന്യനാ. എങ്കിലും ആ വായിലൊന്ന് കൈയിട്. അയ്യോ, ഇപ്പൊ കൈയിട്ട് കഴിഞ്ഞാ റമ്മൊക്കെ മേത്ത് വീട് ഛർദി പോലെ ആവില്ലേ? നീ എന്തിനാണ് ഇയാളുടെ മുമ്പിൽ കൂങ്ങിയാൻ പോണേ? മേലും കീഴും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുടുംബം കൊല്ല്, ഒന്നിട്ട് ജയിലിൽ പോ. വയസ്സായ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും കുഞ്ഞിനും ഒക്കെ സമാധാനാവട്ടെ. ഒന്നിട്ട് അങ്ങോട്ട് പോ. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. പോട്ടെ ചക്രവർത്തി. ചക്രവർത്തി നാളെ പറഞ്ഞ പോരെ. എനിക്കായിരുന്നു മനസ്സിലായി. താനൊന്ന് അകത്തേക്ക് വാ. എവിടെ ഡോറ്? ബാങ്കിന്റെ നടപടികൾ നടക്കട്ടെ. എല്ലാം പൂട്ടിക്കിട്ടിട്ട് ഏട്ടൻ വല്ല ജോലിക്കും പോട്ടെ. ഞാനും പോവാ വക്കീൽ പണിക്ക്. ഒരു വക്കീലായി എനിക്ക് വേണമെങ്കിൽ 10 കള്ളക്കേസുകൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാം, ജീവിക്കാം. പക്ഷേ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സാർ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനാ. അച്ഛൻ എന്ത് പിഴച്ചു? അച്ഛൻ കല്യാണം കഴിച്ചല്ലേ സാർ പ്രശ്നമായത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ ലോണും ബാധ്യതയൊക്കെ ഉണ്ടാവുമോ സാർ? അത് വളരെ ശരിയാണ്. എന്താ തന്റെ അച്ഛന്റെ പേര്? വലിയ പേരാ, രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി.
ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ആ, അമ്പലക്കര ഭരതകലാക്ഷേത്രം. അല്ല, സാറ് കേട്ടിട്ടുണ്ടോ, അറിയോ? അയാൾക്കും ഒരു ലോൺ ഉണ്ട്. അച്ഛനും ലോണുണ്ടാ? വെറുതെ അല്ലട്ടോ ഞങ്ങൾക്ക് ഈ സ്വഭാവം വന്നത്. സാറ് വരൂ. ഇതാ നല്ല സെറ്റപ്പ് ആണല്ലോ. ബാങ്കിന് ഒരു മുതൽക്കൂട്ട് തന്നെ. ബാങ്കിന് മുതൽ കൂട്ടിയിട്ട് സാറിന് എന്താ ഒരു നേട്ടം? സാർ ഇരിക്കെ, ഞാൻ ജപ്തിയാണല്ലോ മുതലിനേക്ക് വിളിച്ചിട്ട് വരാം. ആ, ചെല്ലങ്ങട്, ലോൺ എടുത്തിട്ട് മുങ്ങി നടക്കല്ലേ. ചെല്ല്. ഇതാണ് ലോണച്ചൻ, ലോൺ എടുക്കുന്ന അച്ഛൻ. ഡേയ്, ഡേയ്, ദയവ് ചെയ്ത് ലോണിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് പ്ലീസ്. ബാലു. എന്തടാ ഇത്? നീ കിളവനായി പോയല്ലോ. ഡൈ ചെയ്ത് കൂടെ? ഡൈ ചെയ്യാനോ? മക്കളൊക്കെ ദേ പോത്ത് പോലെ വളർന്നു. ചേട്ടന് ഉദ്ദേശിച്ച നിന്നെ ചമ്മിക്കല്ലേ. ഇവനാണോ നീ സോപ്പിട്ട് കൊണ്ടുവന്ന ഓം ബുഡ്സ്മാൻ? നിങ്ങൾ ഫ്രണ്ട്സാ അല്ലേ? ഇവന്റെ വായിന്ന് വീണ ഒരു വാക്കാ എന്നെ ഇവിടെ എത്തിച്ചത്. ഭരതകലാക്ഷേത്രം കേട്ടോടാ, ഭരത കലാക്ഷേത്രം. ഞാനിപ്പോ കൊണ്ടു നടക്കുന്നേ. നീ കൊണ്ടു കിടക്കുകയല്ലോ, കൊണ്ട കളയല്ലേ. ഒറ്റ ഇമേജുകളല്ലേ. അംബികേ, അമ്മക്കേ ഏ? അല്ല അമ്മേ. ആ അംബികേ, ഇതാരാണെന്ന് മനസ്സിലായോ? ബാലു. ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലക്കാടൻ പട്ടരെ. നമസ്കാരം. കുടിക്കാൻ എന്താ? ഏയ്, അദ്ദേഹം കുടിക്കില്ല. സംബാരം മതി. ഓ, ഒരു മാറ്റവും ഇല്ല. സംഭാരം എടുത്തോണ്ട് വാ. ചെല്ല്. എന്തായാലും വളരെ കാലത്തിന് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയ സന്ദർഭം കൊള്ളാം. ജപ്തി. ജപ്തിന്ന് പറയുമ്പോ അതൊക്കെ അങ്കിൾ എഴുതി തള്ളി. അതെന്താ? ചേട്ടാ, മറിഞ്ഞേക്കാതെ മടിച്ചേക്കാതെ കടന്നു വരും. നമ്മുടെ ലോണൊക്കെ ബാങ്ക് എഴുതി തള്ളി. ഓ തള്ളിയോ? ആ, തള്ളി. ആര് തള്ളി? എവിടെ തള്ളി? എങ്ങോട്ട് തള്ളി? തള്ളിയില്ലേ? തള്ളിയില്ല. ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന കേട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. താ ഒന്നും പറയണ്ട. തന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ചുള്ള ഒരു സൗജന്യം എനിക്ക് വേണ്ട. തിരിച്ചടവിന്റെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിരി സാവകാശം വേണമെന്നേ ഉള്ളൂ. ടൗണില് കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ഈ മക്കൾ എന്തുമാത്രം പോകും നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇതാണ് അച്ഛന്റെ കാര്യം, മനസ്സിലുള്ളതൊന്നും തുറന്നു പറയില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തല്ലേടാ? പിന്നെ ആരുടെ മാനം കാത്തു? എടാ, ആരുടെ മാനം കാത്തെന്ന്? എന്താ ദാ വരുന്നു. ആ ഒറ്റയ്ക്ക് പറ്റില്ലെന്നോ? ഞാനും വരാം. ഊണ് കാലമായിട്ടില്ല. അവിടെ നിൽക്കേ, അവിടെ ഞെക്കല്ലേ മുള്ളിപ്പോ. എനിക്കുണ്ടായ 2 റയർ പീസസ് ആണ്. ചേട്ടനെ ആ വാ വാ വാ. എന്റെ ഏക മകളാണ് രോഹിണി. കുട്ടികൾ 3 അല്ലേ? അതെ. അല്ല, കെട്ടിക്കാരായ 5-6 പെങ്ങന്മാരിവിടെ ഉറണിറങ്ങി. അച്ഛനറിയില്ല. അച്ഛൻ അറിയാതെ പെങ്ങന്മാരോ? അതല്ല, ഒരു ബലത്തിന് ഞാൻ കേട്ടി പറഞ്ഞതാ. സിമ്പതി. ഞാൻ അങ്കിളുടെ പഴയ ഒരു ഫ്രണ്ടിന്റെ പോലല്ലേ, അതാണ്. ആ, മോൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. ഫസ്റ്റ് റാങ്കാ. ഇനി എന്റെ ഏക പ്രതീക്ഷ ഇവളാ. എന്റെ അവന്റെ പ്രതീക്ഷ ഇവളിലല്ല, ഇവളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണത്തിലാ. വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടപ്പൂ. മനഃപൂർവ്വം ഫൈനാൻസിയേഴ്സ് ഗോൾഡ് ലോൺ എടുപ്പിക്കുന്നു.